ഹായ് ഗായ്സ്, ഇന്ന് ഏറ്റവും പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണിത്. ഞാനാണെങ്കിൽ നെയിൽ പോളിഷ്, എൻ്റെ ഈ കയ്യിൽ ഈ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നെയിൽ പോളിഷ്ഡ് കുപ്പിയുടെ ബാക്കിൽ ചുമ്മാ ഒന്ന് നോക്കി. ഈ ബാക്കിൽ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് എഴുതി വെച്ചേക്കുന്ന കുമാര്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2025 ജൂലൈ വരെ ഉള്ളൂ ഈ നെയിൽ പോളിഷിന്. ഇതാണെങ്കിൽ ഞാൻ ആകെ ഇതിനകത്ത് 30% സാധനം ഇരിക്കുക. അത് മാത്രമോ ഞാൻ കാണിക്കാം. നോക്കി, കൂടിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട. ഇതെല്ലാം എത്ര നാളായ ലിപ്സ്റ്റിക്കെന്ന് നെയിൽ പോളിഷാന്നറിയാമോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കാകെ കിളി പോയ പോലെ ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഞാൻ ഇനി കളയണോ, എനിക്കാകെ വട്ടായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം എന്താ ചെയ്യുക. ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടത്? നെയിൽ പോളിഷിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോയെന്ന് പോലും എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ചെറിയ ഷോർട്ടായിട്ട് ചെയ്തായിരുന്നു ഇങ്ങനെ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പം എനിക്ക് മനസ്സിലായി വേറെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, 30% ഇരിക്കുക, കളയണം, വിഷമം. അപ്പം എനിക്ക് ഭയങ്കര വിഷമം. ഇത്രയും സാധനം കളയാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോന്നിൻ്റെ. ഇതിനകത്ത് എത്ര നെയിൽ പോളിഷ്, ഇതിനകത്ത് ഏറ്റവും പഴക്കമുള്ള നെയിൽ പോളിഷ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ നെയിൽ പോളിഷാണേ. പേര് ഊരും പോലും ഇതിന് ക്ലിയർ ആവുന്നില്ല. ഇതെനിക്ക് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ 2018 അല്ലെങ്കിൽ 2019 എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. ഞാൻ ഹോസ്റ്റലിലുള്ള എറണാകുളത്ത് രാജി എനിക്ക് ഗിഫ്റ്റ് തന്ന സാധനം ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ നെയിൽ പോളിഷിന് ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലം മുൻപൊക്കെ ഞാൻ ഈ നെയിൽ പോളിഷ് ഒരു തവണ എങ്ങാണ്ട് ഇട്ടത്. എപ്പോഴും ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറുമില്ല കേട്ടോ. പൊതുവെ ഞാൻ നെയിൽ പോളിഷ് ഇടാതിരിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ വേണം, അതെനിക്ക് മസ്റ്റാണ്. എനിക്കില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. അപ്പം എനിക്ക് ഇടണം. എനിക്കില്ലാത്ത കളറൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നുള്ള തൊരയാണ്. പക്ഷെ ഇടത്തൊന്നുമില്ല. പക്ഷെ ഈ സാധനം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ നീല എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഈ സാധനം കഴിഞ്ഞ വർഷം ഇട്ടപ്പോൾ എനിക്ക് എൻ്റെ നെയിലിലോട്ട് ഈ കളർ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഈ നീല കളർ നമ്മൾ ഉജാലയിൽ മുക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ ഇത് പോയി കഴിയുമ്പോഴും വരുന്നുണ്ട്. അപ്പം ഞാൻ ആണെങ്കിൽ ഇതെന്താ ഇങ്ങനെ മുന്നേ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ എന്നാൽ പോലും എൻ്റെ മനസ്സിൽ ഈ സാധനത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഇത് കഴിഞ്ഞു, ഇത് കംപ്ലൈന്റ് ആയി എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. എൻ്റെ ഒരു അറിവിൽ നെയിൽ പോളിഷ് കംപ്ലൈന്റ് ആവുന്ന നെയിൽ പോളിഷ് ഒന്നെങ്കിൽ ഡ്രൈ ആയി പോവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ചെറിയൊരു അലവലാതി മണം വന്നിട്ട് ഇത് വെള്ളം ഓയിൽ തനിയെ ഈ പെയിന്റ് വേറെ ആയിട്ടിരിക്കുന്ന ഒരു രീതിയിലോട്ട് ആ ഒരു ടെക്സ്ചറിൽ വരുമ്പോൾ ഈ രണ്ട് രീതിയാണ് ഞാൻ നെയിൽ പോളിഷിന്റെ എക്സ്പയറി ഡേറ്റ് ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ കമ്പനി പറയുന്ന ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ എനിക്ക് നോക്കണം എന്ന് അറിയുകൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ നെയിൽ പോളിഷിലും ഈ കളർ നിങ്ങളുടെ നെയിലിലോട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ട്. ഇനി അല്ല നെയിൽ പോളിഷ് ഡ്രൈ ആയ പിന്നെ എക്സ്പയറി ഡേറ്റ് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെടുത്ത് കളയുമല്ലോ. ഇതൊക്കെ ആലോചിച്ചോളാം. അതുപോലെ ഈ നെയിൽ പോളിഷ്, ഈ അൽക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇത് അമ്മയുടെ എങ്ങാണ്ടാ എനിക്ക് തോന്നുന്നത് ഏതോ വർഷത്തെ ഉത്സവത്തിനെങ്ങാണ്ട് മേടിച്ചത്, ഏതോ വർഷത്തെ കൊറോണയ്ക്ക് എന്തോ മുമ്പ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് എത്ര വർഷമായിരുന്നു. എല്ലാ സാധനങ്ങളും കേട്ടാ. ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഈ നെയിൽ പോളിഷ് ആണ്. അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞു, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ എല്ലാ കളേഴ്സും തന്നെയുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് നെയിൽ പോളിഷ് അത്യാവശ്യം പുതിയ. ഞാൻ പറഞ്ഞ എനിക്ക് നീലിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന്. ഇതൊരു ചെറിയ ഉജാല നീലാണ്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ എനിക്ക് കാണാനായിട്ട് എപ്പോഴും സാധനങ്ങൾ വേണം. അതുപോലെ ഇത് ഞാൻ എൻ്റെ കാലിലൊക്കെ ഇട്ടിരിക്കണം. ഇത് അത്യാവശ്യം ഒരു വർഷം എന്തോ ആയിട്ടുള്ളൂ. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാത്തൊരു കാര്യം, നെയിൽ പോളിഷ് നമ്മൾ പൊട്ടിച്ചാൽ മാത്രമേ അതിൻ്റെ എക്സ്പയറി ഡേറ്റിന് കാര്യമുള്ളൂ. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇതെപ്പോഴും അടച്ചു തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. മനസ്സിലായോ? അതായത് നല്ല കമ്പനീസ്, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലോക്കൽ കമ്പനീസ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അല്ലാത്ത ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ 2022 ഓഗസ്റ്റിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ സാധനം നമ്മൾ എടുക്കുന്നില്ല, ഇപ്പോഴാണിത് നമ്മൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന്റെ എക്സ്പയറി ഡേറ്റ് ഒരു മാറ്റർ അല്ലെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഉപയോഗിക്കാതെ വെച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കളഞ്ഞെന്ന് പറഞ്ഞെടുത്ത് കളയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പിന്നെ എനിക്ക് മനസ്സിലായത് വെച്ച് 3 വർഷം കഴിയുമ്പോൾ നമ്മളിത് കളയേണ്ട ആവശ്യമില്ല. സാധനങ്ങളെല്ലാം എനിക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ഇതെന്നെ എന്താണ് പല ഞാൻ എൻ്റെ വീഡിയോക്കെ എന്താ ഇത് ശരിക്കും ചെളിയല്ല കേട്ടോ. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കാതെ ചെളിയാന്ന് വിചാരിച്ചത്. എന്തോ പശ ഞാൻ പണ്ട് എനിക്കിങ്ങനെ ഈ ഒരു ബോക്സിനോട് ഭയങ്കര പ്രിയം തോന്നിയിട്ട് ഞാൻ എന്തോ സ്റ്റിക്കർ എന്തോ ഒട്ടിച്ച് വെച്ചാൽ പിന്നെ അലമ്പായി പോയി. കുറേ വർഷം പഴക്കമുള്ള ഒരു ബോക്സാണിത്.
ഈ നെയിൽ പോളിഷിന്റെ ഒക്കെ ഇതിന്റെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇതിന്റെ കണ്ട് അടപ്പൊക്കെ കണ്ടോ? അയ്യോ, അതുപോലെ ഇതിന്റെ അടപ്പ് കണ്ടോ? അതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഓർമ്മ ഞാൻ കണ്ടായിരുന്നു ഇത്. അതുപോലെ ഇതൊക്കെ കണ്ടോ? ഈ അൽക്കൻ ഇതിന്റെ കളറ് വരെ മാറി, ഈ നെയിൽ കളറിന്റെ. ഇതൊക്കെ ഉപയോഗിക്കണോ എനിക്കറിയാൻ പറ്റില്ല. ഈ ബ്ലാക്കിന് നല്ല പഴക്കമുണ്ട് കേട്ടോ, നല്ല പഴക്കമുണ്ട്. എങ്ങനെ പോയാലും ഒരു 5-6 കൊല്ലം പഴക്കമുണ്ട്. ഇത് കണ്ടോ? ഇതൊക്കെ പകുതി ഇരിക്കുക. ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ നെഞ്ചുവേദന എടുക്കും. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ അർജന്റായിട്ട് ചെയ്യാൻ തന്നെ കാരണം ഇതാണ്. ഈ സാധനം ഒന്നും എനിക്കെടുത്ത് കളയാൻ പറ്റത്തില്ല. കാരണം ഇതെങ്ങനെ കളയും? ഇത് ഒരെണ്ണം പോലും ഇതിനകത്ത് കംപ്ലൈന്റ് ആയിട്ട് പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പഴക്കം ചെന്ന നെയിൽ പോളിഷ് ഇതാണേ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെന്ന്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് തുറന്ന് നോക്കി. ഇത് അറിയണമല്ലോ ഇതെങ്ങനെയാ വർക്കിംഗ് ആണോ. കുലുക്കിയിട്ട് നമുക്ക് തുറക്കാം. ശരിയാട്ടോ, തുറന്നപ്പോൾ ഒരു അലത്ത് മണം. പക്ഷെ ഇത് വർക്കിംഗ് ആവണ്ടോ? നെയിൽ പോളിഷിന്റെ മണം തന്നെ. വലിയ അങ്ങനെ ഭയങ്കര പാട് സ്മെല്ലൊന്നുമില്ല. ഈ നെയിൽ പോളിഷിന് പണ്ടേ ഇങ്ങനത്തെ ഒരു മണം തന്നെയായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ചൊരു കട്ടിയുള്ളൊരു മണം, പെനിട്രേറ്റഡ് ആയിട്ടുള്ളൊരു മണം ആയിരുന്നു പണ്ടും ഇതിന്. അപ്പൊ ഇത് കംപ്ലൈന്റ് ആണോ? അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവും? ഇതിപ്പോ 2025 ആയുള്ളൂ. ഇപ്പൊ 2018 മേടിച്ചാണെങ്കിൽ എനിക്കൊരു 3 വർഷം കൂടെ ഇത് ഉപയോഗിച്ചൂടെ? ഒരു 10 വർഷമൊക്കെ ഒരു നെയിൽ പോളിഷ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സംഭവം അല്ലെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ എല്ലാ കാര്യത്തിലും നമ്മൾ ഗൂഗിളിനെയാണ് നോക്കണേ. ഗൂഗിൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. 2025 8-ാം മാസം വരെ ഉള്ളത് എൻ്റെ ഈ നെയിൽ പോളിഷ്. ഇതൊക്കെ എങ്ങനെ കളയാം? ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇതൊക്കെ വേണേ കളയാം. പക്ഷെ ഇതൊക്കെ കണ്ടോ ഇത്ര ഇരിക്കാം, കണ്ടോ പകുതി പോലും ആയിട്ടില്ല. എങ്ങനെ കളയും അല്ലേ? അപ്പോൾ എന്നെപ്പോലെ നെയിൽ പോളിഷിന് പെട്ടെന്ന് ഒരു ദിവസം നെയിൽ പോളിഷിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഒക്കെ കളയണം കേട്ടോ. വേറെ ഏത് കോസ്മെറ്റിക് ആണെങ്കിലും നിങ്ങൾ കളയണം. കാരണം മുഖത്തൊക്കെ വരത്തേക്കുന്ന, സ്കിന്നിലൊക്കെ വരത്തേക്കുന്നതാണ്. ഇത് നഖത്തേലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് നമ്മുടെ ഈ നെയിലിൻ്റെ ഒക്കെ ഈ ഒരു സൈഡിലൊക്കെ മുട്ടുന്ന സമയത്ത് വല്ല ചൊറിച്ചിലൊക്കെ വരുവാണെങ്കിൽ മാറ്റി വെച്ചേക്കുക. അല്ലാത്ത കേസിൽ പിന്നെ വരുന്ന എന്താ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ റൈറ്റ് ഹാൻഡിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് പോയാൽ എക്സ്പയറി ഡേറ്റും കൂടെ കഴിഞ്ഞതാണെങ്കിൽ അല്ലേലേ കൊള്ളത്തില്ല. എക്സ്പയറി ഡേറ്റും കൂടെ കഴിഞ്ഞ സാധനമാണ് വയറ്റിൽ ചെല്ലുന്നെങ്കിൽ കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. യൂസ്ഫുൾ ആയി എന്ന് എനിക്കറിയാം. കാരണം ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരുന്നു, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ടാണ്. ബൈ.